അല്ലേ? നമുക്കറിയാലോ, അതുപോലൊരു ക്ലാസ് റൂം നമുക്ക് എത്രയോ ക്ലാസ് റൂം ഉണ്ടെങ്കിലും ബൈലക്സിൽ, പക്ഷേ നമ്മുടെ KMSC പോലൊരു ക്ലാസ് റൂം നമുക്ക് വേറെ എവിടെയും ഇല്ല, നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ? എല്ലാം കൊണ്ടും നമ്മുടെ KMSC വളരെ മുന്നിൽ തന്നെയാണ്. ഇൽമായാലും ഭൗതികമായാലും അഭൗതികമായാലും എല്ലാ വിഷയത്തിലും, ചരിത്രങ്ങളായാലും ഫിഖ്, തജ്വീദ്, തഫ്സീർ, ഏത് വിഷയങ്ങളായാലും ഒക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇതുപോലൊരു ക്ലാസ് റൂം നമുക്ക് ഓൺലൈൻ രംഗത്ത് തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് റൂമിലേക്ക് ഒരാളിനെ കൂട്ടിക്കൊണ്ട് വന്നാൽ അൽഹംദുലില്ലാഹ് നമുക്ക് നല്ല പ്രതിഫലമാണ് കിട്ടുന്നത്. നാം മുഖാന്തരം ഒരാൾ ഇൽമു പഠിക്കാൻ ഒരുങ്ങിയാൽ അതിൻ്റെ പ്രതിഫലം അദ്ദേഹം ആ ജീവിതത്തിൽ നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ച അമല് അദ്ദേഹത്തിൻ്റെ മരണം വരെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം നമുക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ കൂട്ടുകാരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ഇത് കേട്ട് കഴിഞ്ഞാൽ ആദ്യം മടി തോന്നിയെങ്കിലും നമുക്ക് ഒരിക്കലും നമ്മുടെ ക്ലാസ് റൂം കേട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവരൊരിക്കലും പിന്നെ അത് കേൾക്കാതിരിക്കില്ല. അൽഹംദുലില്ലാഹ് എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ റേഡിയോ വെച്ചു കൊടുത്ത് അപ്പോൾ അവർക്ക് ഉസ്താദിൻ്റെ ഏറ്റവും രാവിലെ പറയും ഉസ്താദിൻ്റെ ക്ലാസ്, അതുപോലെ മറ്റുള്ള ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിറ്റേത്തെ ദിവസം അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരവസ്ഥയാണ് അല്ലേ? എത്രയും ക്ലാസ്സുകൾ നമുക്ക് അവരുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ, മറന്ന കാര്യങ്ങൾ ഓർക്കാനും പഠിക്കാനും സാധിക്കുന്നു. അൽഹംദുലില്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇനി ഒരുപാട് പേർക്കിത് അതൊന്ന് പഠിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ആ കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കൂട്ടുകാർക്കും. അതുപോലെ നിങ്ങളുടെ സഹോദരിമാർ, അടുത്ത വീട്ടിലുള്ളവർക്ക് അവർക്ക് ഇതിൻ്റെ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ജബർദസ്താൻ്റെ ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ അവരെ കൂടി വിളിച്ചുകൊണ്ട് അതുകൂടി അവർക്ക് കൂടി കേൾപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. എത്രയോ സഹോദരിമാർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ ഇനിയും നിങ്ങളൊക്കെ ചെയ്യണം, ഉമ്മമാരായാലും അതുപോലെ സഹോദരങ്ങളായാലും നമ്മുടെ കൂട്ടുകാർക്ക് കൂടി ഇത് കേൾപ്പിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിൽ നമ്മൾ ഈ ദുനിയാവ് ഒരിക്കലും നമുക്ക് ശാശ്വതമല്ല അല്ലേ? നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ആഖിറത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇൽമിൻ്റെ വലിയൊരു മജ്‌ലിസ് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആഖിറത്തെ കുറിച്ച് നമ്മുടെ ചിന്ത നമ്മുടെ ഖൽബിൽ വരും അല്ലേ? അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. റഹ്മാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും ഇതിന് തൗഫീഖ് ചെയ്യുമാറായിട്ട് ദുആ ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. അബു അമീൻ എന്തിനാ റെക്കോർഡ് വെക്കാനാണ് റൈസാൻ ചെയ്തത്?